എവിടെ പോയി? ചെറുതാണ്, ഇങ്ങോട്ട് കയറി. അവിടുന്ന് ഇറങ്ങിയിട്ട് പാമ്പല്ല ഇവിടെ ഉള്ളത്, കടലെല്ലാം അടുത്ത് കിടക്കണേ. ആ സമയത്ത് എന്തൊക്കെ കയറി വരാം. കഴിഞ്ഞ ദിവസം അതിന്റെ ഉള്ളിലൊക്കെ പോയാ കയറി. ഇവിടെ നിന്നേച്ചാണ്. അതെ, ഒരുപാട് സ്കൂട്ടിന്റെ നിങ്ങളിപ്പോ എവിടെ വെച്ചാ കണ്ടതിനെ? ഇവിടെ വെച്ചാ നമുക്ക് കാണപ്പെടും. ഇതിങ്ങനെ ചരിച്ചിട്ട് ചരിച്ചിട് വണ്ടി. വണ്ടി ചരിച്ചിട്. കേറിയ നിങ്ങൾ കേറണണ്ടാന്ന് നിർത്തിയത് വണ്ടി. അതായത് ഞാനും കണ്ടു. കയറാൻ പറ്റാത്തോണ്ടിട്ട് പാമ്പ് ഇവിടെ ഒരുപാടുണ്ടെന്ന്. ഈ ബിഷപ്പ് ഹൗസിന്റെ അകത്ത് ചാവറൂരുണ്ട്. ഇവിടുത്തെ ബിഷപ്പ് ഹൗസ് ഇല്ലേ, അതിന്റെ ഉള്ളിൽ ഒരുപാട് പാമ്പുണ്ട്. ആ ടോർച്ചടിച്ച് ഷിയാബിന്റെ ടോർച്ചടിച്ച ഷിയാബ് അങ്ങോട്ടൊന്നും പോയിട്ടില്ല. വണ്ടി ചരിച്ചിടാൻ പറ്റും. അണലിയല്ല കൂടുതൽ ഈ ശംഖ് വരേനില്ലേ, അത് ഈ കഴിഞ്ഞ ദിവസം കണ്ട ശംഖ് വരേനായിരുന്നു. ആ പോയിസനാണ് ശംഖ് വരേൻ. അത് ചെറിയ ഇതായിരിക്കും, നീളം കുറവായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ ദിവസം ഇവിടെ വണ്ടി കയറി ചത്ത് കിടക്കണുണ്ട് പറഞ്ഞു. വണ്ടി ഒന്ന് ചരിച്ചിടാൻ പറ്റുമോ? ചരിച്ചാ വരും. അതെ, ഉണ്ടോ? അവിടെ ഉണ്ടോ? അല്ല കേറി പോണ കണ്ട നിങ്ങള്? പിന്നെ കണ്ടല്ലേ? പോയതല്ലേ? നിങ്ങൾ പറഞ്ഞപ്പോഴാണ് പുള്ളി വണ്ടി നിർത്തിയത്. ആ അവിടെ നിന്ന് ചരിച്ചു കഴിഞ്ഞാ, അതെ, ചരിച്ചു കഴിഞ്ഞാ വരും. പാമ്പ് കയറി, പാമ്പ്. അയ്യോ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാ ചിലപ്പോ ഇറങ്ങി വരുവാൻ സാധ്യതയുണ്ട്. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓടിച്ചു നോക്കിയാലേ
ചരിച്ചാൽ പോകാൻ പറ്റുള്ളൂ എനിക്ക്. പെട്രോൾ ഓവർഫ്ലോ ആവില്ലേ? അതെ, പക്ഷെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറ്റില്ല, പെട്രോൾ ഓഫ് ചെയ്താൽ പാമ്പ് വണ്ടിയുടെ അകത്തോട്ട് കയറിപ്പോയി നോക്കിയിട്ട് കാണാനില്ല. ആ ചെറുത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാലോ. അപ്പൊ സൗണ്ട് കേൾക്കുമ്പോ ഓടിയാലോ. സൗണ്ട് കേൾക്കുമ്പോഴേ വണ്ടി ചരിക്കല്ലേ. പൊള്ളയായ സ്ഥലത്ത് സാധനം കയറി പതിമൂന്ന് അതിനകത്ത് കയറിണ്ടോ നോക്കുന്നത്. പറയാൻ പറ്റില്ല. വണ്ടി ചരിക്ക് സ്റ്റാർട്ടായ ചിലപ്പോ ഒച്ച കേട്ട് ഓടിയാലോ. ഹലോ മുൻസിലെ അഭിനയം നടത്താണ്ട് കാമാരപ്പോൾ നിങ്ങൾ വരൂ. ആ മറ്റേ വണ്ടി വെക്കണം അവിടെ. വണ്ടി വെക്കണം കരയുള്ളൊരു വണ്ടി. അതെ ഇതിന്റെ ഇടയിലിരുന്ന് അറിയില്ല ഈ പുല്ല് ഇതിന്റെ ഇടയിൽ കയറി. അതെ അതെ, അത് ഇറങ്ങിപ്പോയാലും അറിയില്ല. ഇരിക്കൂല. വേറെ വണ്ടിയിൽ പോയി കയറോ, അടുത്ത വണ്ടിയിൽ പോയി കയറോ. അവര് ആ വണ്ടി ഇത്തിരി നീക്കി വെക്കുക, ചിലപ്പോ ഞാൻ അതിൻ്റെ അകത്ത് പോയി കയറിയാലോ. സ്റ്റാൻഡിന്റെ അടിയിലല്ലേ ഉടക്കിരിപ്പുണ്ടാവും. അത് വണ്ടി ഒന്ന് ചരിച്ചാ ഓക്കെയായിരുന്നു. എന്തായാലും കണ്ടുപിടിക്കണമല്ല, അത് വണ്ടി ചരിക്കുക തന്നെയാണ് നല്ലത്. അതിന്റെ അടിയിലിരിക്കാനാണ് സാധ്യത. ആ ആ ചരിച്ച് തന്നെ നോക്ക്, പിന്നത്തെ കാര്യം പിന്നെ നോക്കാം നമുക്ക്. വണ്ടി ചരിച്ചിട്ട് നമുക്ക് നോക്കാം. സ്റ്റാർട്ടിങ് ഒക്കെ പിന്നെ നോക്കാം. ആദ്യം സാധനം നിങ്ങൾക്ക് എന്തായാലും നോക്കാതെ രക്ഷയില്ലല്ലോ. അത് കണ്ടുപിടിക്കണ്ടേ. അവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ട് എന്താ കാര്യം, പാമ്പ് പോണം തന്നെയൊക്കെ അറിയണ്ടേ എങ്ങോട്ടാ ഉണ്ടെങ്കിൽ. ഇങ്ങടെ ആയിരിക്കണം അവിടെ നോക്കട്ടെ. പെട്ടിയില്ല. ഉണ്ടാ എവിടെ ആ അതിന്റെ ഉള്ളിൽ കയറും. അത് ഹോളാണല്ലോ, അതിന്റെ അകത്തായിട്ട് കയറിപ്പോയിട്ടുണ്ടാവും. പെട്ടിയുടെ അകത്ത് തന്നെ ഉണ്ട്. അതിന്റെ ഉള്ളിൽ പോയിരുന്ന അറിയില്ല. അതിന്റെ അടി ഹോള് കൂടുതലാണ്. നിങ്ങൾ കണ്ട കറക്റ്റാണ്. എവിടെ വണ്ടി ചേഞ്ച് ചെയ്ത് പോയിണ്ടാവും. ഇങ്ങോട്ട് കേറാൻ നോക്കി, അപ്പൊ പുള്ളി വടിയെടുക്കാനായിട്ട് പോയി. വടിയെടുക്കാൻ പോയിട്ട് കിട്ടിയില്ല. നേരെ ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ വടിയെടുക്കണ സമയത്ത് തന്നെ ഞങ്ങളും വന്ന. അപ്പൊ പോണൊന്നും കണ്ടിട്ടില്ല. അതിലിരിക്കാം. തന്റെ വീടവിടെ എന്താ അടിയിലെ പെട്ടിയുടെ അവിടെ ഉണ്ടാവോ? അടിയിലൊരു പെട്ടിയില്ലേ, പെട്ടിയുടെ ഹോള്.
ചെറിയ പാമ്പാണെങ്കിൽ ഇടയിൽ ഇരിക്കുമല്ലോ ചുരുണ്ട് ആ അത് തന്നെ ചെറുതാണ് പക്ഷെ ഭയങ്കര വിഷമാണ് ആ ഉണ്ടാവില്ല ശംഖുവരേന അണലിയുടെ കുഞ്ഞൊക്കെയാണ് ഉള്ളത് നമ്മ 2 പ്രാവശ്യം കണ്ടല്ലോ ഞാനും വീഡിയോ എടുത്ത എൻ്റെ വേറെ ഇരിപ്പുണ്ട് എൻ്റെ ഉണ്ട് വേറെ വീഡിയോ അവിടെ കല്ലിന്റെ ഇടയിൽ ഭയങ്കര പോയിസനാ ഉള്ളിലേക്ക് കയറിപ്പോണ്ടാവും വണ്ടി ശരിക്കാറുന്നില്ല കഴിച്ച് നോക്കിയിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ സൗണ്ട് കേട്ടിട്ട് ഇറങ്ങാൻ നോക്കും പെട്ടെന്നായിക്കുമ്പോ കൊത്തുള്ളൂ ഒരു പണിയെ ഓടിച്ചു പോയിക്കോ എന്നെടുത്ത് വെച്ച് വേണം അല്ലേ ഓടിച്ചു പോയിക്കോ പാമ്പ് ഓടിപ്പോയിക്കോളും അതിൻ്റെ ഉള്ളിലുണ്ടാ ഓക്കെ ഓക്കെ നിങ്ങൾ ഓടിക്ക് ഇല്ല വിട്ടോ പവർ ഭയങ്കര പോയിക്കോ